ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സൺഡേ മോർണിംഗ് വ്ളോഗായിട്ടാണ്. നല്ല തിരക്കേറിയ സൺഡേ ആയിരുന്നു. സൺഡേ മാത്രമല്ല, അന്ന് വിഷുവും കൂടെ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, സദ്യക്കുള്ള കറികൾ ഉണ്ടാക്കണം, പിന്നെ ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ 10 മണിക്ക് മുമ്പ് ഇതെല്ലാം ചെയ്ത് തീർക്കണം. അപ്പോൾ വെജിറ്റബിൾസും ഒക്കെ തലേ ദിവസം തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കിനുള്ള സ്പഞ്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ജോലി നമ്മളുടെ കഴിഞ്ഞു, ബാക്കി കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സാമ്പാറിന് വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വെച്ചു, ചായക്കുള്ള പാല് വെച്ചിട്ടുണ്ട്, പിന്നെ പുട്ടിന് നനച്ച് വെച്ചു. സൺഡേ എപ്പോഴും പുട്ടും ബീഫ് കറി ആയിരിക്കും, അല്ലെങ്കിൽ ചിക്കൻ കറി. ഇപ്പോൾ കാണിക്കുന്നത് അവിയലിൻ്റെ വെജിറ്റബിൾസൊക്കെ വെന്ത് അതിലേക്ക് അരപ്പ് ആഡ് ചെയ്യാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് സാമ്പാറൊന്ന് താളിച്ചെടുക്കണം. സാമ്പാറിന് താളിക്കൽ ഞാൻ ചെയ്യുന്നത് കടുക്, ഉലുവ, വറ്റൽമുളക്, വേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച് അതിൽ വെണ്ടയ്ക്കയും തക്കാളിയും ഫ്രൈ ചെയ്യുക അതിലിട്ട്. എന്നിട്ട് മല്ലിയും മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കി പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം അതിലേക്ക് ഇടുക. സാമ്പാറിൻ്റെ കഷ്ണത്തിൽ സാമ്പാർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് വേവിച്ചു. പിന്നെ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് സാമ്പാറിൽ. ഇതിപ്പോൾ കേക്കിൻ്റെ സ്പഞ്ച് കാണിക്കുവാണ്. തലേദിവസം തന്നെ സ്പഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വാഞ്ചോ കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ചും വാനില സ്പഞ്ചുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ക്രീമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. വൈകിട്ടാണ് ഡെലിവറി. ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനി വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. അതിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മൊരിച്ച ശേഷം ഉപ്പ്, പുളി പിഴിഞ്ഞൊഴിച്ച് അതിന് ശേഷം ആവശ്യത്തിന് ശർക്കര ഇട്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് കടുകിട്ട് താളിക്കുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാമ്പാർ ശരിയായി. അവസാനം ബീഫ് വേവിക്കാൻ വെച്ചു. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറിയുടെ താളിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ശർക്കരയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഫ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ബീഫിനുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി, തക്കാളി ഇട്ട് വഴറ്റി അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുക. സാധാരണ നമ്മൾ ബീഫ് കറി വെക്കാറില്ല, അതുപോലെ തന്നെ സാധാരണ മസാലയൊക്കെ ആഡ് ചെയ്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി ബീഫ് അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇത്തിരി ചാറോടുകൂടിയാണ് വെച്ചിരിക്കുന്നത്. പുട്ടായതുകൊണ്ട് ഗ്രേവി വേണമല്ലോ നല്ല. അപ്പോൾ ഇവിടെ ചോറിന് വെച്ചിട്ടുണ്ട്. ഇത് ചോറ് അരിയിട്ട ശേഷം ഞങ്ങൾ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കുക ചെയ്യുന്നത്. ഇത് ക്യാബേജ് തോരൻ. ഇതൊക്കെ നല്ല എളുപ്പത്തിലാണ് വെച്ചിരിക്കുന്നത്. ക്യാബേജ് അരിഞ്ഞ് അതിലേക്ക് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ. ഇത് പച്ചടിക്ക് ഉള്ളത്. ബീട്രൂട്ട്, സവാള, പച്ചമുളക്, ഉപ്പും കൂടി ഇട്ട് വഴറ്റി ലാസ്റ്റ് തേങ്ങ, തൈര്, കടുകും കൂടെ അരച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ച് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കടുകിട്ട് താളിക്കുക. അപ്പോൾ എൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി, സാമ്പാർ, അവിയൽ, ക്യാബേജ് തോരൻ, പച്ചടി, കാളൻ, ഇറച്ചിക്കറി. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഞങ്ങൾക്ക് 10 മണിക്ക് ഞങ്ങൾക്ക് ചർച്ചിൽ പോകണം. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പിന്നെ മക്കളാണിത്. മൂത്തയാൾ ഹാംലിൻ, രണ്ടാമത്തെ ആൾ നിവാൻ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അവർ നിങ്ങളോട് ബൈ പറയാണ്. അപ്പോൾ ബായ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.